പ്രധാനപ്പെട്ട കാരണം അത് കറക്റ്റാണ്. കാരണം നമ്മൾ ക്ലാസിക്കൽ ഫിസിക്സേ പഠിച്ചിട്ടുള്ളൂ, സ്കൂളുകളിലൊക്കെ അതേ പഠിച്ചിട്ടുള്ളൂ. അപ്പോൾ നമ്മളെ സംബന്ധിച്ചോളം ആറ്റം, മാറ്റർ, വസ്തുക്കൾ ഇതൊക്കെ തന്നെയുള്ളൂ. സോ അതിൻ്റെ തിയറി, ഐൻസ്റ്റീൻ്റെ തിയറി തുടങ്ങിയ കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. പക്ഷേ ക്വാണ്ടം ഫിസിക്സിൻ്റെ തിയറി എന്ന് പറയുന്നത് നേരെ വിപരീതമാണ്. പല കാര്യങ്ങളിലും അത് നേരെ ഓപ്പോസിറ്റാണ്. പക്ഷെ രണ്ടും കറക്റ്റാണ്. രണ്ടും കറക്റ്റാണ്, പക്ഷെ ഓപ്പോസിറ്റാണ്. ഇത് തന്നെ സയന്റിസ്റ്റുകൾക്ക് ഇത് ക്ലബ് ചെയ്യാൻ പറ്റുന്നില്ല. ഇനി ഫ്യൂച്ചറിൽ ക്ലബ് ചെയ്യാൻ പറ്റുമോ എന്ന് പറയാൻ കഴിയില്ല. പക്ഷെ ഇപ്പോൾ രണ്ടും ശരിയാണെന്ന് എല്ലാവരും സമ്മതിക്കുന്നുണ്ട്. കാരണം ക്വാണ്ടം ഫിസിക്സിന്റെ തിയറീസ്, കണക്കുകൾ, കാൽക്കുലേഷൻസ് എല്ലാം കറക്റ്റാണ്. അതേ സ്ഥാനത്ത് ക്ലാസിക്കൽ ഫിസിക്സിന്റെ തിയറീസും അതിന്റെ കണക്കുകൂട്ടലുകളും മാത്തമാറ്റിക്സും എല്ലാം കറക്റ്റാണ്. അപ്പം ഇതിലൊരു ഒരു കോൺട്രവേഴ്സി ഒന്നും നിലവിലില്ല. എന്ന് മാത്രമല്ല, ക്വാണ്ടം ഫിസിക്സിന്റെ പല സാധനങ്ങളും ഇപ്പോൾ ഉപയോഗിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് വന്നു, ക്വാണ്ടം കമ്മ്യൂണിക്കേഷൻ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നു. സോ ടണലിംഗ് എന്ന് പറയുന്ന പുതിയ തിയറി എന്ന് പറയുന്നത് സബാറ്റോമിക് ലെവലിലല്ല. സാധാരണ നമ്മുടെ ജീവിതത്തിൽ തന്നെ നമുക്കൊരു വസ്തുവിനെ കടന്നു പോകാൻ പറ്റും. ഇപ്പോൾ ഈ മതിൽ കടന്ന് അപ്പുറം പോകാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സാധ്യമല്ല. പക്ഷേ ടണലിങ്ങിലൂടെ ആ തിയറി പ്രൂവ് ചെയ്ത് കഴിഞ്ഞു. അപ്പം നമുക്ക് അത്ഭുതത്തോടു കൂടി മാത്രമേ ഇത്തരം കാര്യങ്ങളെ മനസ്സിലാക്കാൻ പറ്റൂ. അത് സയൻസ് തന്നെയാണ്, പക്ഷെ ക്വാണ്ടം സയൻസ് ആണെന്ന് മാത്രം. അതിൽ ഇതൊരു മാജിക് ഒന്നുമല്ല, സയൻസ് തന്നെയാണ്.